ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തൈരും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഏകദേശം ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം ടൈപ്പാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. കാരണം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. കാരണം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ, ഒരുപാട് തിക്കായിട്ട് അരിഞ്ഞെടുക്കരുത്. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കനം കുറച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ചെറിയുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക സ്വാദുമാണ്. നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ, വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ എടുക്കണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കിട്ടുക വേണം. അപ്പോൾ ആവശ്യത്തിന് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. സവോളയിൽ ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം എന്താ ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ, ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് എരിവുണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം എരിവ് വേണ്ടുന്നവർക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി കിട്ടട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ല ഒരു പിടി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ. കടുക് ചേർത്ത് അടിച്ചാൽ കയ്പ്പ് വരുമോ എന്ന് പല വീഡിയോസിലും പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും വരില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഒരു പിടി തേങ്ങയും നമ്മുടെ കൈക്ക് ഒരു പിടി മതിയാവും. ഒരു 1/2 ടീസ്പൂൺ കടുകും. കടുക് ഒരുപാട് കൂടരുത്, 1/2 ടീസ്പൂൺ മതിയാവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പം ഉള്ളി ഇതുപോലെ വാടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, എന്നാൽ നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക വേണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു റോ ടേസ്റ്റ്, ആ തേങ്ങയുടെയും കടുകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് തേങ്ങയുടെയും ആ ഒരു കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറി വരണം. നന്നായിട്ട് തിളച്ചാലേ അത് മാറുള്ളൂ, അല്ലാതെ ഒരു കയ്പ്പുരസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അരപ്പ് നന്നായിട്ടൊന്ന് ആവണം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഞാനൊരു കളറിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ അരപ്പൊക്കെ നന്നായിട്ട് ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് തൈര് നന്നായിട്ട് കട്ട ഉടച്ച് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് അങ്ങ് കുറുകിയിരിക്കരുത്, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം പരുവം. അപ്പം നമ്മൾ ചോറിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ മതിയാവും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യാം. കുറച്ചും കൂടി ലൂസാക്കേണ്ടുന്നവർക്ക്, ഒരു ഇത്തിരി ഒഴിച്ചുകറി പോലെ എടുക്കേണ്ടുന്നവർക്ക് ആ രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റാണ്. തൈരങ്ങ് ഒരുപാട് പുളിയുള്ള തൈരാവരുത്, എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും ആവരുത്.
അപ്പോൾ ഒരിത്തിരി കൂടി ഉപ്പ് ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒന്ന് ചൂടാവുന്ന പോലെ ആയി വരണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ചൂടാക്കുകയും ചെയ്യരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും, അറിയാമല്ലോ. ഇപ്പോൾ ചൂടാക്കണം എന്ന് തന്നെ ഇല്ല, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും മതിയാവും. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല ലോയിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. താളിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എണ്ണ ഒഴിച്ചാണല്ലോ വഴറ്റിയെടുത്തത്. പക്ഷെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഒരിത്തിരി താളിപ്പ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. തൈര് ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്തിരി കൂടി ലൂസാക്കണ്ടെന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 1.25 കപ്പ് 1.5 കപ്പൊക്കെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഒരു ഓവർ പുളിയാവരുത്, തീരെ പുളിയില്ലാത്ത തൈരും ആവരുത്, ഒരു മീഡിയം ടൈപ്പ് തൈരായതുകൊണ്ട് തന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരു നുള്ള് ചേർത്താൽ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെ ആവും. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക്, മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് വേണ്ടുന്നവർക്ക് 3-4 പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ആ ഒരു ഫ്ലേവർ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ആ തൈരിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടും, ഒരു പ്രത്യേക സ്വാദോട് കൂടി കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി കൂടി ലൂസാക്കേണ്ടുന്നവർക്ക് ലൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന സ്റ്റേജിൽ ഓഫ് ചെയ്യുക. ചൂടാക്കരുത്, പിരിയുന്ന പോലെ ആയിപ്പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ തൈര് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ചെറിയ ഉള്ളി വെച്ചും സവോള വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടാവും. ഒഴിച്ചേറി റെസിപ്പീസിന് സെപ്പറേറ്റ് ഉണ്ടാവും, തൈര് റെസിപ്പീസിന് സെപ്പറേറ്റ് ഉണ്ടാവും, സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഓണിയൻ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ ആ ഒരു ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്താലേ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.